ഹായ് വെൽക്കം ടു എയ്സഡ് അക്കാഡമി. എയ്സഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആർമി ഉണ്ടല്ലോ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുതിയൊരു വേക്കൻസി വിളിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നു. എന്ത് നോട്ടിഫിക്കേഷനാണ്, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ ഏത് ജോലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതാണ്? നമ്മുടെ ആർമി ഓർഡിനൻസ് കോപ്സ് എന്ന് പറയുന്ന AOC എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ക്ഷണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ക്ഷണിക്കാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ വരും, അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ എന്താണ്? നിങ്ങളുടെ ഒരു 10ാം ക്ലാസ് എങ്കിലും ഉണ്ടോ? 10ാം ക്ലാസ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി ഉണ്ടോ? നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിൽ +2 ഉണ്ടോ? എന്നാലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമയാണോ ഉള്ളത്, എന്നാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നോക്കാം. നമ്മുടെ ആർമി ഓർഡിനൻസ് കോപ്സിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സാധനം ഔട്ടായിട്ടുണ്ട് കേട്ടോ, ഔട്ടായിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ട, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഈ എക്സാം എന്ന് വരുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഒഫീഷ്യലിനകത്ത് തന്നെ പറയുന്നുണ്ട് കേട്ടോ, എന്നാണ് വരുമെന്നാണ് പറയുന്നത്. അതാണ്ട് ഓഗസ്റ്റ് 3rd വീക്കോടുകൂടി വരുമെന്നാണ് ഒഫീഷ്യലി പറയുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 3rd വീക്ക്. ഇതെന്താണ്? ഓഗസ്റ്റ് 24 നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്ത് ഒരു മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 വരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്ത് അടുത്ത മാസം നമ്മൾ ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്മിറ്റ് കാർഡ് വരികയും അതുപോലെ നവംബറിൽ ഈ കൊല്ലം തന്നെ നമ്മളിതിൻ്റെ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആർമി പോലുള്ള GD പോലുള്ള സാധനങ്ങൾക്കെല്ലാം എന്താണ്, ഒറ്റ കൊല്ലം കൊണ്ട് അവരെന്ത് ചെയ്യും? സെലക്ഷൻ പ്രോസസ്സ് അങ്ങ് ഫുൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എല്ലാം പെട്ടെന്നായിരിക്കും, വേറെ അധികം ടൈം ലാഗൊന്നും ഉണ്ടാവില്ല. നമ്മുടെ BSFൻ്റെ HCM പോലൊന്നും വരില്ല ആർമിയുടെ കാര്യങ്ങളൊന്നും. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത് നോക്കാം. നമുക്ക് നോക്കാതാണ്ട് ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. JOA അല്ലെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന 5 പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വന്നാണ്ട് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിൽ ഓരോ കാറ്റഗറിയിലുള്ള ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പേ സ്കെയിൽ നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 68,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എന്ന് ഓർക്കുക. അടുത്ത പേ സ്കെയിൽ വരുമ്പോൾ ഇതൊക്കെ 1.5 മടങ്ങൊക്കെ കൂടുമെന്നുള്ള കാര്യം കൂടി ഓർക്കുക. നമ്മുടെ മുമ്പിലുള്ള ചാൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലും എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കുക. ടോട്ടൽ 520 വേക്കൻസി ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ട്രേഡ്സ്മാനിനകത്ത് എത്ര ഉണ്ട്? 1790. ഇതെല്ലാം ടെൻറ്റേറ്റീവ് ആണ്, പക്ഷേ അവർ ഒഫീഷ്യലി വിട്ടിട്ടുണ്ട് പുറത്ത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് എത്ര തന്നെയാണ്? 63,200 നിന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന പൈസയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ്, അതിൻ്റെ വേക്കൻസി, അതിൻ്റെ സാലറി. അതേപോലെ MDS, അതിന് 142 വേക്കൻസി ഉണ്ട്. 63,200 എന്താണ് സ്റ്റാർട്ടിങ് പാക്കേജ്. എത്ര വരെ പോവും? അത് 1,19,000 വരെ പോവും. ഓക്കെ, മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് 50 വേക്കൻസിയാണുള്ളത്. അതും എന്താണ് 92,000 നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ട്രേഡ്സ്മേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ 68,000 രൂപയൊക്കെ സാലറി പറഞ്ഞ പോസ്റ്റാണല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? 10th ആണ് കേട്ടോ. ആലോചിച്ച് നോക്കിയേ, 10ാം ക്ലാസ് പഠിച്ച നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുക. ഫിസിക്കൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നന്നായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് നോക്കിയേ, അതിനും എന്താണ്? 10th ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതേപോലെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് 12th ആണ് നിങ്ങൾക്ക് അതിന് വേണ്ടത്. അതെന്താണ്? 12th കൂടെ നമുക്ക് എന്തും കൂടെ അറിയണം? ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ അറിയണം. അത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അറിഞ്ഞാൽ മതി. 30 words per minute നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്? MDS എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിനും എന്താണ്? 10 ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ 3 എണ്ണത്തിന് 10th ആണ് ക്വാളിഫിക്കേഷൻ, ഒരെണ്ണത്തിന് 12th ആണ് ക്വാളിഫിക്കേഷൻ. ഡിഗ്രിയിലുള്ള ഒറ്റ എക്സാമ്പിൾ അതേതാ? മെറ്റീരിയൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ബാച്ചിലർ ഡിഗ്രി വേണം. അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് അപ്കമിങ് വീഡിയോസിൽ നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഡിഗ്രി വേണമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമില്ല, ഡിപ്ലോമ ഉള്ളവർക്ക് അയക്കാനായിട്ട് സാധിക്കും. അതേപോലെ മെറ്റീരിയൽ സയൻസിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് റിട്ടൺ ആണ്, പിന്നെ ഫിസിക്കലി നടക്കും, പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ
നമ്മുടെ ഏതുപോലെ തന്നെ ജി ഡിക്കുള്ള അതേ പാറ്റേൺ തന്നെയാണ്. ഇവിടെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഇല്ലെങ്കിൽ ഇത് ജി ഡിയുടെ സെയിം പാറ്റേൺ ആണ്. ജി ഡി എന്താണ് SSC നടത്തുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. എന്താണ് ഇതിനകത്തുള്ള പഠിക്കാനുള്ള ടോപ്പിക്സ് അല്ലെ എക്സാമിന്? റീസണിങ് ഉണ്ട്, അവയർനെസ് ഉണ്ട്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ജി ഡി എന്ന് പറയുന്ന SSCയുടെ എക്സാം ആണല്ലേ. ജി ഡിക്ക് ഒരു എക്സാം ഉണ്ട്, SSCയുടെ ഒരു എക്സാം ഉണ്ട്, ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന നമ്മുടെ CRPF CSF ഒക്കെ പോലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കാറില്ലേ തോക്കും പിടിച്ചൊക്കെ, അവരാണെന്ത് CSF. അതൊക്കെ നമ്മൾ ജി ഡി എഴുതി കയറുന്നതാണ്. CRPF ഇപ്പോൾ അടുത്ത് ഒരു സമരം നടന്നപ്പോൾ കേട്ടില്ലേ, ഇവരെല്ലാം എന്താണ് ജി ഡി എഴുതി കയറുന്ന ആൾക്കാരാണ്. അപ്പം അതിനുള്ള അതേ സിലബസ് തന്നെയാണ് ഇത്. പക്ഷേ വെയിറ്റേജ് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ എല്ലാം 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരുന്നു, ഇവിടെ എല്ലാം എന്താണ് 25 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. സിലബസിന് മാറ്റമുണ്ടോ ഇല്ല. എന്താണ് നമുക്കിനകത്ത് പഠിക്കാനുള്ളതാണ്ട്? നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ജനറൽ, കോഡിങ്, നമ്പർ സിസ്റ്റം, അതേപോലെയുള്ള സീരീസ്, അതേപോലെ വെൻ ഡയഗ്രാം, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം ജസ്റ്റ് പ്ലെയിനായിട്ട് പറയുന്നതേ ഉള്ളവർ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ജി ഡി ലെവൽ തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? 1.6 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്, എത്ര ടൈം കൊണ്ടാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ ബീം പുള്ളുണ്ട്, അതേപോലെ 9 ഫീറ്റ് ഡിച്ച് അത് ചാടി കിടക്കണം. ഓക്കെ, അതേപോലെ 6 ആഗ് ബാലൻസ് ഉണ്ട്. നിങ്ങൾ ആർമിയുടെയൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും, 6 ആഗ് പോലെ ഒരു സാധനം വെച്ചിട്ട് അതിനകത്തൂടെ നടന്നു പോകുന്നത്, തറയിൽ വീഴാണ്ട്. ഇതൊക്കെ രണ്ടും ക്വാളിഫയിങ് നേച്ചറാണ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം, മിനിമം പാസ്സായിരിക്കണം. ഓക്കെ, അതേപോലെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം, ഓൺലൈൻ മോഡ് ചെയ്യാം. അതേപോലെ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, വായിച്ചിട്ട് ഒഫീഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ ആർമി ഓർഡിനൻസ് കോർപ്സ് റിക്രൂട്ട്മെൻറ്റ് 26 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് ഹൗ ടു അപ്ലൈ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഞാനിത് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു നിങ്ങളിലേക്ക് എത്തിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ അടുത്ത കൊല്ലം SSC GD വീണ്ടും വരും. ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്. എന്താണ് നമ്മളുടെ ഏജിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഏജ് എന്താണ്, ട്രേഡ്സ്മേറ്റിന് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് അയക്കാം. 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അയക്കാം. നോർമലി ഉള്ള പോലെ എന്താണ്, OBCക്ക് +3, SC STക്ക് +5, എക്സ് സർവീസുകാർക്ക് +3 എന്തുണ്ട്, ഇളവുണ്ട്. എക്സ് സർവീസുകാരെന്ന് പറഞ്ഞാൽ സർവീസ് കഴിഞ്ഞതിന് ശേഷമുള്ള +3, സർവീസ് കഴിയുന്ന നമ്മൾ ബേസ് ഏജായിട്ട് കൂട്ടിയിട്ട് +3 നമ്മൾ കൂട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് OBCക്ക് +3 ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് എല്ലാ എക്സാമിനുള്ള പോലെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ട്രേഡ്സ്മേറ്റിന് എത്ര, 18-25 ഫയർമാനും എന്താണ് 18-25 JOIക്കും എന്താണ് 18-25 MDSനും എന്താണ് 18-25 മാറ്റം വരുന്ന ഏതാ, മെറ്റീരിയൽ അസിസ്റ്റൻറ്റിന് 18-27 വയസ്സ് വരെ അയക്കാം. കൂടാണ്ട് ഈ പ്രോസസ്സുകളുണ്ട്. ഇപ്പോൾ ഏജിൻ്റെ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏജിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ എത്താൻ പോവുകയാണ്. അടുത്ത കൊല്ലം GD നോക്കുന്ന ആൾക്കാർ എന്തുണ്ടാവും, നമ്മുടെ മുമ്പിലുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇന്നേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ GDയുടെ സിലബസ് തന്നെയാണ്. നമുക്ക് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു കോഴ്സ് നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, GDയുടെ സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് സാർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം, എനിക്കിത് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ ടീമിനെ ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് പിൻ ചെയ്തേക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അടുത്ത ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് കാണാം. ബൈ.